സംസ്ഥാന സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ ഇതിനപ്പുറത്തേക്ക് ഒരു ക്രമസമാന പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയില്ല. തെറ്റായ നിലപാട് അറിയുന്നവർ പ്രതിഷേധം അറിയും, അത് സ്വാഭാവികമല്ലേ? അതിലും ഉണ്ടായിട്ടില്ലേ? സെക്രട്ടറി ഗവർണർ ഇവിടെ തടയാനാണോ തീരുമാനം? ഗവർണറെ തടയാനോ മറ്റൊന്നുമല്ല. ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നയമാണ്, അത് അയാളെ ബോധ്യപ്പെടുന്നു. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പ്രതിഷേധ ഗവർണർ അറിയിക്കും. അയാൾ അറിയിക്കല്ലോ, കേരളം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇനി പറയും. SFIയുടെ പ്രതിഷേധം ഗവർണറെ അറിയിക്കും. കയറി വരുമ്പോഴും ഗവർണറെ SFI പ്രതിഷേധം അറിയിച്ചു. ഇനിയും ആ പ്രതിഷേധം അറിയിക്കും. ഇവിടെ തന്നെ പ്രവർത്തകർ ഉണ്ടാകും എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. അവർ നേരത്തെ പ്രവർത്തകരോട് പറഞ്ഞത് പോലീസുമായല്ല വിഷയം, പോലീസിനോടല്ല ഏറ്റുമുട്ടേണ്ടത്, മറ്റൊരു വിഷയമാണിത്. ഗവർണർ സർവകലാശാലയടക്കം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ വിഷയമാണ്. ആ വിഷയത്തിൽ നേരത്തെ ഇപ്പൊ പിന്നീട് പെട്ടെന്ന് ഇതാ ഒരുമാതിരി ഗേറ്റ് അടക്കട്ടെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശക്തമായ പ്രതിഷേധത്തില്ല. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഗവർണർക്ക് ഭരണഘടന അത്രമേൽ അശുദ്ധമാണ്. അതായത് ഭരണഘടന കണ്ടുകൂടാ. ആ നിലയിലാണ്. അല്ല, ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനാണ്, തടയാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. പ്രതിഷേധം അറിയിക്കാനാണ്. അതെ, നടക്കട്ടെ. പരിപാടി നടക്കുന്നുണ്ടല്ലോ. ആ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ തുടരുകയാണ്. ഞങ്ങളെ ഈ സ്വാഭാവികമായും ഗവർണർ വരുമ്പോൾ ഞങ്ങൾ തടയും മറ്റാ നിലയിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വരുന്നില്ലായിരുന്നു. പിന്നീട് ആരും അറിയാതെ ഒളിച്ചും പാത്ത അയാൾ ഓടിക്കേറി വന്നു. ഓടിക്കേറി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളെ ആകെ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ര പേരേ ഉള്ളൂ. അല്ല, ഞങ്ങളിവിടെ ശക്തമായ പ്രതിഷേധം അറിയിക്കും. ആ പ്രതിഷേധം അദ്ദേഹം അറിയും. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലയിൽ ഈ നിലപാട് തിരുത്തുന്നവരെ ഞങ്ങൾ ഈ സ്വാഭാവികമായി SFI പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കും. ഗവർണർ പുറത്തു പോകുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പസിൽ തന്നെ, ആ കോമ്പൗണ്ടിനകത്ത് തന്നെ SFI പ്രവർത്തകർ ഉണ്ടാകും, അറിയിക്കും എന്നാണ് SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത്. അല്ല, സുഗമമായി പോകുന്നതും പോകാത്തതും അതിപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ തടഞ്ഞ് നമ്മൾ കോളർ കുടിക്കാനൊന്നുമല്ലോ തീരുമാനിച്ചത്. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ഇവിടെ വേറെ ആരും സമരത്തൊന്നുമില്ല, ഞങ്ങളല്ലേ ഉള്ളൂ. അതെങ്കിലും നിങ്ങൾ കാണും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതിഷേധം അറിയിക്കും, അതാണ് തീരുമാനം. അതന്നെയാണ് തീരുമാനം. സർവകലാശാല ഒരു ഓട്ടോണമസ് ബോഡിയല്ലേ, അതൊക്കെ കാറ്റുപറത്തിയിട്ടാണല്ലോ ഇവരൊക്കെ നിൽക്കുന്നത്. ഇവിടുത്തെ VC സ്വാഭാവികമായിട്ടും സംഘപരിവാർ താല്പര്യമുള്ള ആളാണ്. അവരുടെ നിലയിൽ അവരുടെ നിലപാട്, ഞങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുക. പ്രതിഷേധമുണ്ടായിട്ടും അത് ചെവിക്കൊള്ളാതെയാണ് ഗവർണർ വന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് അയാളുടെ അല്ല, അപ്പൊ ആ പ്രതിഷേധത്തിനെയും അയാൾ ഈ പറയുന്ന ഗവർണർ പേടിക്കുന്നില്ല. അല്ല, ഗവർണർ പേടിക്കുന്നല്ല. ഞങ്ങളുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇവിടെ സമരം ചെയ്യും. ഭരണഘടനക്ക് കീഴിലാണ് ഗവർണർ. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പേടിയും പേടിക്കാത്തൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം. പുറകോട്ടില്ല. ഗവർണർ പോലീസിനെതിരെയല്ല സമരം. അനുമതി നിഷേധിച്ച പരിപാടിയാണ് ഇപ്പോൾ ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എങ്ങനെയാണ് തുടർ നടപടി? ഗവർണർ ചാൻസലർ കൂടിയാണെന്നുള്ള പദവി ഉപയോഗിച്ച് കേരളത്തിൽ എന്തൊക്കെ ചെയ്തു നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതിന് മുകളിലോട്ടുള്ള കാര്യമല്ലല്ലോ ഇത് മുന്നേ ഗവർണറും ആവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ ആളും ശക്തമായി ആവർത്തിക്കുന്നു. അതായത് ഞങ്ങൾ ഇപ്പോഴും സമരത്തിലാണ്, ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. ശക്തമായ നിലപാട് ഞങ്ങളുടേതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ സംഘപരിവാർ താല്പര്യങ്ങളുണ്ട്. അല്ല, ഞങ്ങളും അതേ സ്റ്റാൻഡിലാണ്. ഞങ്ങൾ അതിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഞങ്ങളും വേറെ സ്റ്റാൻഡിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളും ശക്തമായ സമരരംഗത്ത് തന്നെയാണ്. അല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങൾ ഇവിടെ പോകാനാ, ഞങ്ങൾ ഇവിടെ മാറാൻ വേണ്ടി പോകുന്നില്ല. ഗവർണർ മടങ്ങി വരുമ്പോഴും ആ പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങുമ്പോഴും പ്രതിഷേധം അറിയിക്കും. വന്ന വരവിൽ കണ്ട അതേ പ്രതിഷേധം തിരിച്ചു പോകുമ്പോഴും ഉണ്ടാകുമെന്നതാണ് SFIയുടെ നേതാക്കൾ പറയുന്നത്. ഏതായാലും ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് SFI പ്രവർത്തകരെയും നേതാക്കളെയും നീക്കാനുള്ള പോലീസ് ശ്രമം അതിനെ ചെറുക്കുകയാണ്. അതാണ് ഉന്തുന്തലിലേക്ക് പോകുന്നത്. കൂടുതൽ സെനറ്റ് ഹാളിനകത്തേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് നീങ്ങാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെയാണ് വലിയ പോലീസ് സന്നാഹം പ്രതിരോധിക്കുന്നത്. പക്ഷേ അറസ്റ്റ് വരിക്കാനോ അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ നിന്ന്, ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനോ SFI പ്രവർത്തകർ തയ്യാറല്ല. അകത്ത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി, അതിൽ മുമ്പ് വിവാദമായ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ തന്നെ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഗവർണർ എന്ത് പറയും ഈ പരിപാടിയിൽ? ഈ പ്രതിഷേധങ്ങൾ കണ്ട് അകത്തേക്ക് പോയ ഗവർണർ ആ വേദിയിൽ എന്ത് പറയും എന്നതാണ് ഇനിയുള്ള ആകാംക്ഷ. SFI നേതാക്കൾ ഏതായാലും തങ്ങളുടെ പ്രതിഷേധം അത് വിജയം കണ്ടോ അല്ലെങ്കിൽ ഗവർണർ മടങ്ങിയോ അല്ലെങ്കിൽ പരിപാടി റദ്ദാക്കിയോ എന്നതല്ല, തിരിച്ചു വരുമ്പോഴും വരുന്ന വഴിയിൽ പ്രതിഷേധം അറിയിക്കുമെന്നതാണ് SFI നേതാക്കൾ പറയുന്നത്. അതിലെ പേടിപ്പെടുത്തലോ അല്ലെങ്കിൽ ജയപരാജയങ്ങളോ അല്ല, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമെന്നാണ് SFI നേതാക്കൾ പറയുന്നത്.